കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും കുട്ടികളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധിയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് വിധി എന്നുള്ളത് നമുക്ക് നോക്കാം. There is no one-time settlement when children are concerned എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല സുപ്രീം കോടതി സേസ് ഡിവോഴ്സ് സെറ്റിൽമെന്റ് ഡസ് നോട്ട് കവർ ചൈൽഡ് മെയിൻ്റനൻസ് എന്നും കൂടി അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും ഈ സെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഒരു സംഖ്യ ഒറ്റ തവണ തീർപ്പാക്കലായിട്ടാണ് നമ്മൾ ചില കേസുകളിൽ നമ്മൾ ഒരുമിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ അങ്ങനെ ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് നടത്തിയാൽ പോലും കുട്ടികൾക്ക് ഭാവിയിൽ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് മേടിക്കുവാനായിട്ടുള്ള ആരുടെ കയ്യിൽ നിന്ന്, അച്ഛൻ്റെ കയ്യിൽ നിന്നും മേടിക്കുവാനായിട്ടുള്ള അർഹതയുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ പോയിന്റുകളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 142 പ്രകാരമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അപ്പോൾ പോയിന്റ്സ് എങ്ങനെയാണ്? ദ സുപ്രീം കോർട്ട് ക്ലാരിഫൈഡ് ദാറ്റ് എ വൺ ടൈം സെറ്റിൽമെന്റ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഡിവോഴ്സ് ഡസ് നോട്ട് അബ്സോൾവ് എ പാരന്റ് ഓഫ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദയർ ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളുണ്ട്, കല്യാണം കഴിയുന്നു, ഡിവോഴ്സ് ആകുന്നു. ആ ഡിവോഴ്സ് ആകുന്ന സമയത്ത് ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പാരൻസിന് കുട്ടികളോടുള്ള പൈസ കൊടുക്കുന്ന കാര്യത്തിലുള്ള ഒരു അബ്സല്യൂട്ട് സൊല്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. എന്ന് മാത്രമല്ല, ദ കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് മെയിൻ്റനൻസ് ഫോർ ചിൽഡ്രൻ റിമെയിൻസ് എ സെപ്പറേറ്റ് ഒബ്ലിഗേഷൻ unaffected by any lump sum amount paid to the spouse as part of a divorce settlement എന്നാണ് പറയുന്നത്. ഭാര്യയ്ക്ക് ചാവിനും അയച്ചാൽ ഭാര്യയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ലംസം എമൗണ്ട് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. അത് അങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചാലും അച്ഛന് എന്ത് സംഭവിക്കുന്നില്ല, കുട്ടികൾക്ക് ഭാവിയിൽ കൊടുക്കുന്ന ചെലവിൻ്റെ കാര്യത്തിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് പറ്റില്ല. ക്ലിയർ? Then the case arose from a matrimonial dispute wherein a man and a woman, both professional, sought divorce. As usual, രണ്ട് അച്ഛനമ്മയാണുള്ളത്, പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ തമ്മിലുള്ള ഒരു കല്യാണത്തിൻ്റെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡിസ്പ്യൂട്ടിൻ്റെ സമയത്താണ് ഈ ഒരു കേസ് വന്നിട്ടുള്ളത്. The High Court granted a decree of divorce on November 18, 2023, citing irretrievable breakdown of marriage. ഇറിട്രീവബിൾ ബ്രേക്ക് ഓഫ് മാരേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഇറിട്രീവബിൾ അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എങ്കിലും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു, ഡിവോഴ്സ് വരികയാണ്. അങ്ങനെ ആ ഡിവോഴ്സ് ആര് ഗ്രാൻഡ് ചെയ്തു? ഹൈക്കോടതി 2023 നവംബർ 18 ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. Citing irretrievable breakdown of marriage, the man paid a sum of ₹3 crore to the woman on February 17, 2024. എന്നിട്ട് 2024 ഫെബ്രുവരി 17 ഈ വ്യക്തി എന്ത് ചെയ്തു? ഭാര്യയ്ക്ക് 3 കോടി രൂപ, ആർക്കാണ്? ഭാര്യയ്ക്ക് 3 കോടി രൂപയാണ് എന്താ പറയുക, വൺ ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഫെബ്രുവരി 17, 2024 പെർപെറ്റ്വലി ടുവേർഡ്സ് എ വൺ ടൈം സെറ്റിൽമെൻറ്റ്. മനസ്സിലായില്ലേ? വൺ ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് 3 കോടി രൂപ കൊടുത്തു. ഹി സബ്സിക്വൻ്റ്ലി റീമാരീഡ് ഓൺ മാർച്ച് 17, 2024. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? 17 ഫെബ്രുവരി 24 കല്യാണം പൈസ കൊടുത്തതിന് ശേഷം 17 മാർച്ച് 2024 കൃത്യം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് സംഭവിക്കുന്നു? 2ാമത്തെ കല്യാണം കഴിച്ചു. And the woman later approached the Supreme Court, contesting the High Court's decision on the ground that such relief could only be granted by the Apex Court under Article 142 of the Constitution. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു 3 കോടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യ എന്ത് സംഭവിച്ചു? വീണ്ടും എന്ത് സംഭവിച്ചു? ഹൈക്കോടതിയുടെ ഉത്തരവിന് ചോദ്യം ചെയ്തുകൊണ്ട് എവിടേക്ക് എത്തി? സുപ്രീം കോടതിയിലേക്ക് എത്തി. ആൻഡ് ഹി ഓൾസോ റേസ്ഡ് കൺസേൺസ് റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ 2 children
ബോൺ ഡ്യൂറിങ് ദി മാരേജ്. അതിനുശേഷം എന്ത് പറയുന്നു, ഈ കല്യാണത്തിൽ അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ നോക്കാനായിട്ട് ഇവൾക്ക് എന്ത് വേണം, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൾ പോയിട്ടുള്ളത്. വൺ ഓഫ് ഹൂം റിക്വയർഡ്സ് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഡയബറ്റിക്സ്. ആ കുട്ടികളിൽ ഒരാൾക്ക് എന്തുണ്ടായിരുന്നു, ഒരു ഡയബറ്റിക്കിന് ഡിസീസ് ഉണ്ടായിരുന്നു. അത് ലൈഫ് ടൈം നിലനിൽക്കുന്ന ഒരു ഡയബറ്റിക്സ്, നമ്മൾ ഷുഗർ എന്നൊക്കെ പറയില്ല, ഷുഗറാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ചെന്നു. അപ്പോൾ ഈ 3 കോടിയിൽ നിന്നും 3 കോടി ഇപ്പോൾ പെങ്കുച്ച് പൊട്ടടിച്ച് തീർത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അതിൽ നിന്ന് 1 കോടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കുട്ടിക്കും 1 കോടി, രണ്ടാമത്തെ കുട്ടിക്കും 1 കോടി വൈഫിനും ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ അതല്ല സംഭവിച്ചത്. വീണ്ടും പോയി ഓരോ കാരണങ്ങൾ പറഞ്ഞു. അങ്ങനെ പോയപ്പോഴാണ് സുപ്രീം കോടതി എന്ത് പറഞ്ഞത്, ദർ ഈസ് നോ വൺ ടൈം സെറ്റിൽമെൻറ്റ് വെൻ ചിൽഡ്രൻ ആർ കൺസേൺഡ്. സുപ്രീം കോടതി സെയ്സ് ഡിവോഴ്സ് സെറ്റിൽമെൻറ്റ് ഡസ് നോട്ട് കവർ ചൈൽഡ് മെയിൻ്റനൻസ് എന്നുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഒരു തെളിവ് കോടതി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതിന് മുമ്പ് വൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഈ ഒരു വിധിയുടെ ആനുകൂല്യം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.